16 വർഷത്തെ കാത്തിരിപ്പാണ് ഇന്ന് നമ്മുടെ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ആടുജീവിതം ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ വനിതാ വിനീതയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പടം കണ്ടിറങ്ങുന്ന പ്രേക്ഷകരോട് നമുക്ക് ചോദിച്ചു നോക്കാം അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത്. എങ്ങനെയുണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ട എല്ലാവർക്കും, ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇല്ലേ, ചുമ്മാ പറയുന്നതല്ല, സീരിയസ് ആയിട്ട് തന്നെ പറയണത്, പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഈ ചോദിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം, കാരണം അതുപോലത്തെ ഒരു സിനിമയാണത്. കാരണം ഓരോ രംഗങ്ങളും അതേപോലെ ഓരോ സീൻസൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന പോലെ തന്നെ, അതായത് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ആ മരുഭൂമി പെട്ടുപോയ അവസ്ഥയാണ്. ഉള്ള കാര്യം പറയല്ലോ, നമ്മൾ അവിടെ തന്നെയാണെന്നൊരു ചിന്ത, അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെയുള്ള ചിന്തയിലാണ്. കാരണം സിനിമ കണ്ടുവരുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവർ രക്ഷപ്പെടുമോ എന്നൊക്കെ. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഹിറ്റ് ക്ലൈമാക്സ് ആണ്. പിന്നെ ഓരോ രംഗങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമുക്ക് കരയുന്ന രംഗങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞു പോയി. ഉള്ള കാര്യം പറയാനോ, അതിൽ ആടിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന സീനുണ്ട്, അതൊക്കെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. നമ്മൾ പറയാണ്ട് തന്നെ കണ്ണ് നിറഞ്ഞു. നല്ലൊരു മൂവി. പെരിയോനെ എന്നുള്ള പാട്ട് സൂപ്പർ. പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ വർഷത്തെ ഓസ്കാർ എന്നാലും പൃഥ്വിരാജ് സാറ് കൊണ്ടുപോകും. ലോക സിനിമ അംഗീകരിക്കും. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന അദ്ദേഹം അഭിനയിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് ഈ വേഷം ചെയ്യേണ്ടത്. വേറെ ആർട്ടിസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ശോഭിക്കില്ല. ഉള്ള കാര്യം പറയാലോ. സിനിമ കണ്ടു കഴിഞ്ഞു അതുപോലെ കഷ്ടപ്പെടണം. സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം അദ്ദേഹം സഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അതുപോലെ ബോഡി ആണെങ്കിലൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോയി ഇന്ന് നല്ലൊരു സിനിമ കാഴ്ചവെക്കാൻ സാധിച്ചു. നല്ല കരച്ചിലാണ് തിയേറ്ററിലൊക്കെ ആണെങ്കിലെന്ന് വെച്ചാൽ ഓരോ രംഗങ്ങളും. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഈ മലയാള സിനിമയിൽ ഇതുപോലത്തെ സിനിമകൾ ഇനിയും വരട്ടെ എന്ന്. കാരണം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ സിനിമ ഇതുപോലത്തെ സിനിമകൾ, ആടുജീവിതം പോലുള്ള സിനിമകൾ, ചരിത്രമായ സിനിമകൾ ഇനിയും വരട്ടെ. ഞങ്ങളെ പ്രേക്ഷകരൊക്കെ അതാണ് കാത്തിരിക്കുന്നത് കാണാനായിട്ട്. ഇതൊക്കെ ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു സിനിമ. പിന്നെ ഈ വർഷം ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജിന്റെ ഈ സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തെന്ന് തന്നെ പറയാം. അതുപോലെ ഇന്റർവെൽ തൊട്ട് ശരിക്കും കരയേണ്ട ഒരു സീനാണ് മൊത്തം അവസാനം വരെ. ഞാനൊക്കെ ശരിക്കും കരഞ്ഞു. ഈ അടുത്ത കാലത്ത് എല്ലാം ചിരിക്കേണ്ട സിനിമകളാണ് കണ്ടത്. എങ്കിൽ ഈ സിനിമ ശരിക്കും വ്യത്യസ്തമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ആർക്കോ സംഭവിച്ച ഒരു അങ്ങനെയാണ് നമുക്ക് അനുഭവം. എൻ്റെ കുടുംബത്തിൽ വന്ന ഒരു സംഭവം പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ കേട്ടറിഞ്ഞുള്ള കഥകൾ മാത്രമാണ്. പക്ഷേ ഇന്നത് കണ്ടപ്പോൾ നമുക്ക് തോന്നി നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു കഥ ആയിട്ട് തോന്നി. ശരിക്കും മനസ്സറിഞ്ഞ് കരഞ്ഞ ഒരു സിനിമ തന്നെ. സൂപ്പറാണ്, അടിപൊളിയാണ്. എല്ലാവരും കാണണമെന്ന് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. പാട്ടാണേലും സൂപ്പർ ഹിറ്റാണ്, നമുക്കറിയാമല്ലോ. എല്ലാവരും ഏറ്റെടുത്തൊരു പാട്ട്. താങ്ക് യു. ഓസ്കാർ എന്തായാലും പുള്ളി കൊണ്ടുപോട്ടോ, പുള്ളി കൊണ്ടോ. ഇനി പറയാനില്ല, ഇനി വേറെ ആർക്കും കിട്ടത്തില്ല. ഓസ്കാർ എന്തായാലും കൊണ്ടുപോയി കുട്ടിക്കും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ബുക്ക് വായിച്ചതാണ്. അല്ല, ആ ബുക്ക് വായിച്ചതിന്റെ ഫീൽ തന്നെ ഉണ്ട്. അത് നോവല് ഷോർട്ട് ചെയ്യുമ്പോൾ ഇതുണ്ടല്ലോ. പക്ഷെ അങ്ങനെ എന്തായെന്ന് വെച്ചാല് നജീബ് ഓരോ ആടുകൾക്കും പേരിട്ട് കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ഒരു ആടുകളുടെ പേരും ആ ഒരു ഇന്റർവെൻഷൻ ഉണ്ട്. അത് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് വന്ന സ്ക്രീൻ ടൈം കുറച്ചും കൂടി കൂടും. ഇത് കുറച്ചും കൂടി ആ ഒരു നജീബിന്റെ അതിജീവനവും സർവൈവ് ചെയ്യുന്നതും എന്നാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അതും നമ്മൾ മനസ്സിൽ കാണുന്നത് എന്താണോ അത് സ്ക്രീനിലുണ്ട്. ഉറപ്പായിട്ടും അത് ഇമോഷനാണ്. അത് പ്രത്യേകിച്ച് ആ കഥയും അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്ന ഒരു സീനുണ്ട്. അതും ഭയങ്കര ഇമോഷണലായി. നന്നായി. നടനെയും പൃഥ്വിരാജ് പോലെ തന്നെ പിന്നെ ഗോകുലും രണ്ടുപേരായാലും അത് ശരിക്കും നല്ലപോലെ എഫേർട്ട് ചെയ്തിട്ടുണ്ട്. അതും പിന്നെ ബ്ലെസ് ചെയ്യുന്ന ഡയറക്ടറിന്റെ ഇത്രയും വർഷത്തെ ഇതും ബാക്കി എല്ലാവരുടെ അധ്വാനവും. ലൈക്ക് മലയാളി സിനിമയുടെ 1 ഓഫ് ദി ബെസ്റ്റ് 3 hours ആണ് ഈ വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഇമോഷണൽ മൂവി. ആഫ്റ്റർ ഓൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അവരുടെ ആ ഹാർഡ് വർക്കും മേക്കിങ്ങും ആണ്. ഒബ്വിയസ്ലി ആ പടം കാണുമ്പോൾ ആ ഒറിജിനൽ ആ റിയൽ ഇൻസിഡന്റ് നമുക്ക് ഓർമ്മ വരും. ഐ വാസ് ക്രൈയിങ്. ഇറ്റ് വാസ് വെരി ഗുഡ് മൂവി. നല്ല പടം. ആ ഒരു ബുക്ക് വായിച്ചായിരുന്നോ? ബുക്ക് വായിച്ചില്ല, പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഫിലിമിലൂടെ തോന്നിയോ? ശരിക്കും നജീബ് എന്ന് പറയുന്ന ഒരാള് എക്സ്പീരിയൻസ് ചെയ്തത് ഫിലിമിലൂടെ കാണിച്ചു എന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും. എ.ആർ. റഹ്മാൻ നല്ലൊരു പങ്ക് വഹിച്ചില്ല പടത്തിന്. മ്യൂസിക് നന്നായിട്ട് ഇമോഷണൽ ആയോ? തീർച്ചയായിട്ടും. അതാണൊന്നും പറയാൻ അല്ല, എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ എന്താ പറയുക, കടന്നു പോകുന്ന അതേ ഫീലിങ്സിലൂടെ ഇമോഷണലാണ് ഒരുപാട്.
ഒരുപാട് ഇമോഷൻ മീൻ ആടുജീവിതം വായിച്ചവർക്ക് അറിയാം ഇമോഷണലാണ്, അതല്ലാത്തവർക്കും ആ ഒരു കണക്ഷൻ കിട്ടും. വായിച്ച അതേ എക്സ്പീരിയൻസ് തന്നെ നമുക്കത് ഓരോ സിറ്റുവേഷൻസ് കാണുമ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്രയും നമ്മൾ എന്താ പറയാ അങ്ങനെ അതിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ആലോചിക്കുമല്ലോ, അതുപോലെ തന്നെയായിരുന്നു കാണുമ്പോൾ. ഭയങ്കര കുറേ നമുക്ക് കാണാൻ പറ്റാത്ത അങ്ങനെ അയ്യോ എന്ന് പറഞ്ഞാൽ തോന്നുന്ന കുറേ മൊമെന്റ്സ് ഉണ്ട്. മലയാളത്തിലേക്ക് ഒരു ഓസ്കാർ എന്നുള്ളൊരു ഉണ്ടാവട്ടെ, എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ അത് സംഭവിക്കട്ടെ. അതിനുള്ള എഫേർട്ടും എല്ലാം എടുത്തിട്ടുണ്ട്. മീൻ അത് സ്ക്രീനിൽ കാണുന്നുണ്ട്. എല്ലാം അങ്ങനെ ഒരു നല്ല പൃഥ്വിരാജിന് പകരം വേറെ ഒരാൾ ആ റോളില് അയ്യോ അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മളത് നന്നായിട്ട് അതെ നമ്മൾ ആ ക്യാരക്ടർ വായിച്ചപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. സാറിന് ഒന്നും മീൻ കൂടുതലൊന്നും പറയില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്പോയിലർ ആവുന്നറിയില്ല, വായിച്ചവർക്കും അറിയാം. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ആ ബോഡി ലാംഗ്വേജ് മീൻ മൊത്തത്തിൽ മാറി നമുക്ക് ഫീൽ ചെയ്യും. ഉണ്ട് അതെ കാണണം തിയേറ്ററിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മൾ പുസ്തകം വായിച്ചവർക്കും വായിച്ച ഒരാളെന്നുള്ള രീതിയിൽ എനിക്കതൊരു അനുഭവം തന്നെയായിരുന്നു. വായിച്ചിട്ടും ഇത് കാണുമ്പോൾ സിനിമ കാണുമ്പോൾ അനുഭവം. നല്ല പടമായിരുന്നു, അടിപൊളി ഫീലാണ്. അയ്യോ ആ ഒരു റിയൽ ലൈഫ് സ്റ്റോറി കാണിക്കാന്ന് പറഞ്ഞിട്ടല്ല, നമുക്കൊരു എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി സിനിമയാണ്. നമുക്ക് പൃഥ്വിരാജിന് ഇപ്പോൾ വേറൊരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ മിക്കവാറും ഒരു നാഷണൽ അവാർഡ് കിട്ടേണ്ട ഒരു പടമാണ്. അതാ അവസാനം നമുക്ക് ഇവൻ രക്ഷപ്പെട്ടു എന്നിങ്ങനെ കാണുമ്പോഴുള്ള ഒരു ഫീല് നമുക്ക് ഗൂസ് ബംസ് ആയിരുന്നു. അറിയാവുന്ന ഒരു കഥ നേരിട്ട് കണ്ടപ്പോഴും ആ ഒരു ഗൂസ്ബംസ് ഉണ്ടായിരുന്നു. എന്തായാലും ഉണ്ടായിരുന്നു. ആ മേക്കിംഗ് ആണെങ്കിലും ഉണ്ടല്ലോ. ഇപ്പൊ പൃഥ്വിരാജിന്റെ ഒരു 10-20 കൊല്ലത്തോ ഇപ്പൊ 2018 എന്താണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നോ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും കൊല്ലത്തൊരു ഹാർഡ് വർക്കാണ് ഇത്. അതിന്റെ ഒരു നമുക്ക് കാണാനുണ്ട്, സിനിമയിൽ കാണാനുണ്ട്.